നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ ടോപ്പ് 10 കറണ്ട് അഫയേഴ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ഇവൻറ്റ്സ് ആൻഡ് ഡേയ്സ് എന്ന മേഖലയിൽ നിന്നുമുള്ള 4ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ദിവസങ്ങളും അതിൻ്റെ പ്രത്യേകതകളുമാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിലാദ്യമായിട്ട് നോക്കുന്നത് എന്താണ്? വേൾഡ് ബ്രെയിലി ഡേ എന്ന് പറയുന്ന ഒരു ദിവസത്തെക്കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ബ്രെയിലി ഡേ എന്ന് വെച്ചാൽ എന്താണ്? കണ്ണ് കാണാത്ത ആളുകൾക്ക് അവർക്ക് അക്ഷരങ്ങൾ എഴുതുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ വായിക്കുന്നതിന് വേണ്ടിയിട്ട്, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടുപിടിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ കണ്ടെത്തപ്പെട്ട ഒരു ലിപിയാണ് ബ്രെയിൽ ലിപി എന്ന് പറയുന്നത്. അക്ഷരങ്ങളെ തൊട്ടുനോക്കി മനസ്സിലാക്കുന്ന ഒരു സിസ്റ്റമാണ് ഇത് ആചരിക്കുന്നത് ബ്രെയിലി എന്നാണ് കേട്ടോ. ബ്രെയിലി എന്നാണ്. ഈ ബ്രെയിലി ദിനമായിട്ട് ആചരിക്കുന്നതെന്നാണ്. എല്ലാ വർഷവും ജനുവരി മാസത്തിലെ 4ാം തീയതിയാണ് വേൾഡ് ബ്രെയിലി ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ബ്രെയിൽ ലിപി കണ്ടുപിടിച്ച ഒരു വ്യക്തിയുണ്ട് അല്ലെ, ഇൻവെന്റർ ഓഫ് ബ്രെയിൽ ലിപി. അദ്ദേഹത്തിൻ്റെ പേരാണ് ലൂയിസ് ബ്രെയിലി എന്ന് പറയുന്ന ഫ്രാൻസുകാരനായ ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ബർത്ത് ആനിവേഴ്സറിയാണ്, അദ്ദേഹത്തിൻ്റെ ജന്മവാർഷിക ദിനമാണ് ഈ പറയുന്ന ജനുവരി 4. ആ ജനുവരി 4 നമ്മൾ ഇപ്രകാരം ആചരിക്കുന്നത്. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തായിരിക്കാം? കണ്ണ് കാണാത്ത വ്യക്തികൾക്ക്, അതേപോലെ ഭാഗികമായിട്ട് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് അക്ഷരങ്ങളെയും സംഖ്യകളെയും ഒക്കെ എന്ത് ചെയ്യണം? അവർക്ക് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 6 ഡോട്ടുകൾ കൊണ്ട് തീർത്തിരിക്കുന്ന ഒരു ലിപിയാണ് ഈ ലിപി എന്ന് പറയുന്നത്. ഇത് ഗണിതശാസ്ത്രം ചെയ്യുന്നതിനാണെങ്കിലും മ്യൂസിക്കൽ സിമ്പിൾസ് മനസ്സിലാക്കുന്നതിലാണെന്നുണ്ടെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള സിമ്പിൾസ് മനസ്സിലാക്കുന്നതിനാണെങ്കിലും നമുക്ക് ഈ ബ്രെയിൽ ലിപി ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കിനി 2ാമത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കാം. 2ാമത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് വേൾഡ് ഹാപ്പിനെസ് ഡേ ആണ്. അതായത് ആഗോള സന്തോഷ ദിനമെന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതെന്നാണ് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്നാണ്. എല്ലാ വർഷവും മാർച്ച് മാസം 20ാം തീയതിയാണ് വേൾഡ് ഹാപ്പിനെസ് ഡേ ആചരിക്കുന്നത്. ഇതാരാണ് ആചരിക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ആരാണ്? യുണൈറ്റഡ് നേഷൻസ് ആണ്. നമ്മുടെ അയൽ രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ പേര് നമുക്കറിയാം എന്താണ്? ആ രാജ്യത്തിൻ്റെ പേരാണ് ഭൂട്ടാൻ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. ഈ രാജ്യമാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ആദ്യമായിട്ട് കണ്ടെത്തിയ രാജ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആദ്യമായിട്ട് ഭൂട്ടാനിലാണ്. സന്തോഷ സൂചിക എന്ന് പറയുന്നത് കണ്ടെത്തിയത് അവിടെ ആയിരുന്നു നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ. ഇതെന്താണ്? ഇതെല്ലാ വർഷവും ഒരു ആനുവൽ റിപ്പോർട്ട് അവർ തയ്യാറാക്കുന്നു അല്ലെ. ആനുവൽ റിപ്പോർട്ട് എന്നിട്ട് എന്ത് ചെയ്യണം? പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ആഗോള സന്തോഷ സൂചിക എന്നാണ് പറയാറുള്ളത്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ കേട്ടോ. അടുത്തത് എന്താണ്? നാഷണൽ പഞ്ചായത്ത് അവാർഡ്സ് വീക്ക് എന്നാണ് പറയുന്നത്. ദേശീയ തലത്തിൽ പഞ്ചായത്തുകൾക്കുള്ള അവാർഡ് നൽകുന്ന ഒരു ദിനം. ആ ദിനമാണ് നാഷണൽ പഞ്ചായത്ത് അവാർഡ് വീക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് ഏപ്രിൽ മാസം 17 മുതലാണ് ആചരിച്ചു വരുന്നത് കേട്ടോ. ഏപ്രിൽ മാസം 17 മുതൽ 21 വരെയാണ് ആചരിച്ചിരുന്നത്. ഏപ്രിൽ മാസം 17 മുതൽ 21 വരെയാണ് ഇത് ആചരിക്കുന്നത്. ആസാദി കി അമൃത മഹോത്സവ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിന്റെ 75ാമത് വാർഷികം ആഘോഷിക്കുന്ന പരിപാടിയോടനുബന്ധിച്ചാണ് നാഷണൽ പഞ്ചായത്ത് അവാർഡ് വീക്ക് എന്ന് പറയുന്നത് ആചരിച്ചു വന്നത്. ഇതാരിൽ നിന്നാണ് അവാർഡ് സ്വീകരിക്കുന്നത്? അവാർഡ് സ്വീകരിക്കുന്ന ഇന്ത്യയുടെ പ്രസിഡന്റിൽ നിന്നാണ്. പ്രസിഡന്റിന്റെ പേര് നമുക്കറിയാം എന്താണ്? ദ്രൗപദി മുർമു എന്നാണ് അല്ലെ. ദ്രൗപദി മുർമുവിൽ നിന്നാണ് നാഷണൽ പഞ്ചായത്ത് അവാർഡുകൾ ഓരോ കക്ഷികളും ഏറ്റുവാങ്ങുന്നത് എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് അല്ലെ. ഇനി അടുത്ത വാർത്ത വെച്ചാൽ നാഷണൽ ഹെറിറ്റേജ് ഡേ എന്നാണ് പറയുന്നത് അല്ലെ. നമ്മുടെ ആ ഒരു ഹെറിറ്റേജ്, പൗരാണികത, പാരമ്പര്യം എന്നൊക്കെ പറയുന്നതിലേക്ക് നമുക്ക് പറയാൻ പറ്റും അല്ലെ. റിച്ച് ഹെറിറ്റേജ് എന്ന് കേട്ടിട്ടില്ല, നമ്മുടെ ഒരു പാരമ്പര്യം എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ വേൾഡ് ഹെറിറ്റേജ് ഡേ അല്ലെ. എന്താ നമ്മൾ നോക്കുന്നത്? വേൾഡ് ഹെറിറ്റേജ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും ഏപ്രിൽ മാസം 18ാം തീയതിയാണ്. വേൾഡ് ഹെറിറ്റേജ് ഡേ ഏപ്രിൽ മാസം 18ാം തീയതിയാണ് ആചരിക്കുന്നത്. ഇതെന്തിനു കൂടി വേണ്ടി ആചരിക്കുന്നു? ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ്, അത് മറ്റൊരു പേരിലും അറിയപ്പെടുന്ന ഒരു ഇന്റർനാഷണൽ ഡേ ഫോർ മോണ്യുമെന്റ്സ് ആൻഡ് സൈറ്റ്സ്. ചരിത്ര പ്രാധാന്യമുള്ള പൈതൃക കേന്ദ്രങ്ങളും സംസ്കാരങ്ങളുടെയും എല്ലാം ദിനമായിട്ടും ഇത് ആചരിച്ചു വരാറുണ്ട് അല്ലേ. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. അതായത് ഹെറിറ്റേജിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അധികം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വരുന്ന തലമുറയ്ക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനൊന്നും സാധിക്കാതെ വരും. അതുകൊണ്ട് തന്നെ ആ പൗരാണികതയെ അതേപോലെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ ആണ്. നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ എന്താണ്? നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ എന്ന് ചോദിച്ചാൽ ഇത് എല്ലാ വർഷവും എന്നാണ് ആചരിക്കുന്നത്? ഏപ്രിൽ മാസം 24ാം തീയതിയാണ് നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ ആചരിക്കുന്നത്. നമുക്കറിയാം അല്ലെ. നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ ആചരിക്കുന്നത് എല്ലാ വർഷവും ഏപ്രിൽ മാസം 24ാം തീയതിയാണ് അല്ലെ. ഇത് ആരുടെ സഹകരണത്തോടു കൂടിയാണ് ചോദിച്ചാൽ ഇത്തവണ എന്താണ്? മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്, അതായത് നമ്മുടെ പഞ്ചായത്ത് രാജിനൊരു മന്ത്രാലയമുണ്ട്. ആ മന്ത്രാലയം മധ്യപ്രദേശ് സംസ്ഥാന ഗവൺമെന്റിന്റെ സഹകരണത്തോടു കൂടിയിട്ടാണ് പഞ്ചായത്ത് രാജ് ആചരിക്കുന്നത്, പഞ്ചായത്ത് രാജ് ദിവസ് ആചരിക്കുന്നത്. ഇത്തവണ ആസാദി കി അമൃത മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഇത് മധ്യപ്രദേശിൽ ആചരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്.
അടുത്ത നമ്മുടെ മ്യൂസിയങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ദിവസമാണ്. ആ ദിനത്തിന്റെ പേരാണ് ഇന്റർനാഷണൽ മ്യൂസിയം ഡേ എന്നാണ് നമ്മൾ പറയുന്നത്. ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആചരിക്കുന്നത് എല്ലാ മാസവും മെയ് മാസത്തിലാണ്. മെയ് മാസം 18-ാം തീയതിയാണ് ഇന്റർനാഷണൽ മ്യൂസിയം ഡേ ആചരിക്കുന്നത്, അല്ലേ? ഇന്റർനാഷണൽ മ്യൂസിയം ഡേ എന്ന് പറയുമ്പോൾ എന്താണ് വർഷത്തെ തീം എന്ന് ചോദിച്ചാൽ മ്യൂസിയങ്ങൾക്ക്, അല്ലേ, നിലനിൽപ്പ്, അവയുടെ ആ ഒരു വെൽബീയിങ് അതേ രീതിയിൽ തന്നെ നിലനിർത്തുക, ഈ വക കാര്യങ്ങളാണ് ഇവിടെ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ മ്യൂസിയംസ് സസ്റ്റൈനബിലിറ്റി ആൻഡ് വെൽബീയിങ് എന്ന് പറയുന്നതാണ് ഇവിടെ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്ത് ഇന്റർനാഷണൽ മ്യൂസിയംസ് എക്സ്പോ 2023 ഉദ്ഘാടനം ചെയ്തത് മറ്റാരുമല്ല, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കേട്ടോ. ഇന്റർനാഷണൽ മ്യൂസിയം എക്സ്പോ 2023 ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. ഇതൊരു 3 ദിവസത്തെ ഇവന്റ് ആയിരുന്നു, അല്ലെ? ഒരു 3 ദിവസത്തെ ഇവന്റ് ആയിരുന്നു. ഇതാണ് മ്യൂസിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ വർഷം പരമാവധി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഒരു അന്താരാഷ്ട്ര ദിനത്തെക്കുറിച്ചാണ്. എന്തായിരിക്കാം? സ്ലേവറി അബോളിഷൻ എന്ന് പറഞ്ഞൊരു ദിനമുണ്ട്. സ്ലേവറി അബോളിഷൻ എന്ന് പറഞ്ഞൊരു ദിനമുണ്ട്. നമുക്കറിയാം സ്ലേവറി അബോളിഷ് ചെയ്യപ്പെട്ട പല പല രാജ്യങ്ങളിലും പല പല സമയങ്ങളിലാണെന്നറിയാം. എന്നാലും കൂടുതൽ പേരും മനസ്സിലാക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന എബ്രഹാം ലിങ്കൺ അടിമത്തം അവസാനിപ്പിച്ചതോടുകൂടി ദ ഗ്രേറ്റ് ഇമാൻസിപ്പേറ്റർ എന്ന പേരിൽ അറിയപ്പെട്ട ആ ഒരു കാലമാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുക, അല്ലേ? എന്നിരുന്നാലും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്? സ്ലേവറി അബോളിഷൻ ഡേ ആയിട്ട് ആചരിക്കുന്ന ദിനം എന്നെന്ന് ചോദിച്ചാൽ അത് ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ് സ്ലേവറി അബോളിഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് കേട്ടോ. സ്ലേവറി അബോളിഷൻ ഡേ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 23-ാം തീയതിയാണ് ആചരിക്കുന്നത്, അല്ലേ? ഇത്തവണ ഇതെവിടെയാണ് ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത സ്ഥലമുണ്ട്? സ്ലേവറി അബോളിഷൻ ആദ്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഹെയ്ത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഹെയ്ത്തി, അല്ലേ? അതേപോലെ ഗോരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിന്റെയും പസഫിക് സമുദ്രത്തിന്റെയും അതിർത്തിയിൽ ഓസ്ട്രേലിയയോട് ചേർന്ന് കിടക്കുന്ന കുറച്ച് ദ്വീപ സമൂഹങ്ങളുണ്ട്. അതിൽപ്പെട്ട രാജ്യങ്ങളാണ് ഹെയ്ത്തിയും ഗോരി ഐലൻഡ്, അല്ലെ? ഗോരി ഐലൻഡ് എവിടെയാണ്? സെനഗലിലാണ്. സെനഗൽ എന്ന് വെച്ചാൽ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ഹെയ്ത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ നമുക്ക് ഇന്ത്യൻ സമുദ്രത്തിലും പസഫിക്കിലുമായിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ അടിമ വ്യാപാരവും അടിമ കച്ചവടവും ഒക്കെ എന്താണ്? ഒരു കാലഘട്ടത്തിന്റെ ആ ദുഃഖ സൂചകങ്ങളായിട്ട് നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട സംഭവവികാസങ്ങളായതുകൊണ്ട് അതിനൊന്ന് സ്മരിക്കുന്നതിന് കൂടി വേണ്ടിയും ഈ അവസരങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്താറുണ്ട്. അടുത്ത ഇന്റർനാഷണൽ ലിറ്ററസി ഡേ എന്ന് പറയുന്ന ഒരു ദിനമാണ്. ഇന്റർനാഷണൽ ലിറ്ററസി ഡേ നമുക്കറിയാം എന്തായിരിക്കും? അത് സാക്ഷരതാ ദിനം എന്ന് നമ്മൾ പറയും, അല്ല? അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇന്റർനാഷണൽ ലിറ്ററസി ഡേ എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമാണ്. ഇതെന്നാണ് ആചരിക്കുന്നത്? ഒരു ദിനമായിട്ടല്ല ഇത് ആചരിക്കുന്നത്, ഒരു വാരാചരണമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇത് സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ സെപ്റ്റംബർ മാസം 8-ാം തീയതി വരെയാണ് ഇത് ആചരിക്കുന്നത്. 2023 വായനാ ദിനം അല്ലെങ്കിൽ ലിറ്ററസി ഡേ എന്ന് പറയുന്നത് നമ്മൾ ആചരിച്ചതെന്നാണ് സെപ്റ്റംബർ 1 തൊട്ട് സെപ്റ്റംബർ 8 വരെ ആയിരുന്നു ആചരിച്ചത്. ഇതാണ് ഇന്റർനാഷണൽ ലിറ്ററസി ഡേ എന്ന പേരിൽ അറിയപ്പെടുന്നത്. യുനെസ്കോ എന്ന് പറയുന്ന സംഘടന നമുക്കറിയാം, അല്ലേ? യുനെസ്കോയാണ് എന്താണ് ലിറ്ററസി ഡേ ആയിട്ട് 8 സെപ്റ്റംബർ എന്ന് പറയുന്നത് ആചരിച്ചു തുടങ്ങിയത്. യുനെസ്കോ ലിറ്ററസി ഡേ ആയിട്ട് ആചരിച്ചു തുടങ്ങിയ 8 സെപ്റ്റംബർ ആണ് എന്ന് നമുക്കറിയാം. അടുത്ത എന്താണ്? വേൾഡ് ഹെർട്ട് ഡേ ആണല്ലേ? ലോക ഹൃദയ ദിനമായിട്ടാണ് ഇത് ആചരിക്കുന്നത്. വേൾഡ് ഹെർട്ട് ഡേ ഈസ് ആൻ ആനുവൽ ഇവന്റ് ഒബ്സർവ്ഡ് എവരി ഇയർ ഓൺ 29 സെപ്റ്റംബർ ആണ്. അതായത് സെപ്റ്റംബർ മാസം 29 എല്ലാ വർഷവും ആചരിക്കുകയാണ്. ഹൃദയ ദിനമായിട്ടാണ് ആചരിക്കുന്നത്, അല്ലെ? വേൾഡ് ഹെർട്ട് ഡേ, അല്ലെ? ഹൃദയാരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് നമുക്കറിയാം. നമ്മൾ ഹൃദയ സംബന്ധമായ അസുഖം മൂലം ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളെ കണ്ടിട്ടുള്ളവരുമാണ്. അപ്പോൾ വേൾഡ് ഹെർട്ട് ഡേ എന്ന് പറയുന്നത് എന്താണ്? ഒരു വാർഷിക സംഭവമാണ്. അത് സെപ്റ്റംബർ 29 നടന്നു വരുന്നത്, അല്ലേ? ഇനി എന്താണ് നമുക്കിവിടെ നോക്കാൻ സാധിക്കുന്നത്? ആഗോളതലത്തിൽ ഈ പറയുന്ന ഹൃദയാരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ നടന്നു വരുമ്പോൾ ഈ പറയുന്ന ഹൃദയ ദിനം അല്ലെങ്കിൽ ഹൃദയാരോഗ്യ ദിനമായ സെപ്റ്റംബർ 29 വളരെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു ദിനമാണ്. അതേപോലെ തന്നെ ഇത്തവണത്തെ വേൾഡ് ഹെർട്ട് ഡേയുടെ തീം നമ്മൾ മനസ്സിലാക്കുക, അല്ലെ? വേൾഡ് ഹെർട്ട് ഡേയുടെ തീം എന്തായിരിക്കാം? യൂസ് ഹെർട്ട് നോ ഹെർട്ട്. ഹൃദയത്തെ അറിയുക, ഹൃദയത്തെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഇത്തവണ തീമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് ഫുഡ് ഡേയെ കുറിച്ചാണ്, ആഗോള ഭക്ഷ്യദിനത്തെക്കുറിച്ചാണ്. ആഗോള ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ മാസം 16-ാം തീയതിയാണ്, അല്ലെ? ആ ലോകമെമ്പാടുമുള്ള ജനത ആഗോള ഭക്ഷ്യദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ മാസം 16-ാം തീയതിയാണ്. ഇത് എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എന്തായിരിക്കാം? ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് പട്ടിണി എന്ന് പറയുന്നതിനെ, ദാരിദ്ര്യം എന്ന് പറയുന്നതിനെ, വിശപ്പെന്ന് പറയുന്നതിനെ തുരത്തുക അല്ലെങ്കിൽ തുടച്ചു നീക്കുക എന്നൊരു ടാർഗറ്റാണ് ഇവിടെയുള്ളത്. ഇത് ആചരിച്ചു തുടങ്ങിയത് എങ്ങനെ എന്ന് ചോദിച്ചാൽ 1945 ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടത്. ആ സംഘടനയുടെ പേരാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആ സംഘടനയാണ് ഈ പറയുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ ലക്ഷ്യത്തോടു കൂടിയിട്ട് ഫുഡ് ഡേ ആചരിച്ചു തുടങ്ങിയത്. 2023 ഫുഡ് ദിനം അല്ലെങ്കിൽ ഭക്ഷ്യദിനത്തിന്റെ തീം എന്ത് എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, എന്താണ്? വേൾഡ് ഫുഡ് ഡേ ഈസ് എന്തായിരിക്കും? വാട്ടർ ഈസ് ലൈഫ്. ജലം എന്ന് പറയുന്നത് ജീവനാണ്.
വാട്ടർ ഈസ് ഫുഡ്, ജലം എന്ന് പറയുന്നത് എന്താണ്? ഭക്ഷണമാണ്. ലീവ് നോ വൺ ബിഹൈൻഡ്, ആരെയും നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതല്ല എന്ന അർത്ഥത്തിൽ ഈ ജലത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും അനിവാര്യമാണ് എന്ന് പറയുന്ന ഒരു തീമാണ് നമുക്ക് ഈ വേൾഡ് ഫുഡ് ഡേ നൽകുന്നത്. ബാസീസ് അക്കാഡമി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വാർത്താ ബുള്ളറ്റിൻ, അതായത് നമ്മൾ നോക്കിയത് ഇമ്പോർട്ടന്റ് ഡേയ്സ് ആൻഡ് ഇവന്റ്സ് എന്ന് പറഞ്ഞ മേഖലയാണ്. ആ മേഖലയെക്കുറിച്ചുള്ള വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു.